എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോ ഓണത്തിന്റെ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ കിച്ചണിലാണ്. അപ്പോ സെറ്റും മുണ്ടും ഒക്കെ എടുത്തുകൊണ്ട് എനിക്ക് കുക്ക് ചെയ്യാനൊന്നും അറിയില്ല. അപ്പൊ അത് കുളമാകും. അതുകൊണ്ട് ഞാൻ ആപ്പിളിനൊക്കെ കെട്ടി കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ചോറ് വെക്കാനായിട്ട് ഞാൻ അരി അടുപ്പയിൽ ഇട്ട് കഴിഞ്ഞു. അപ്പൊ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ദാൽ വേവിച്ച് വെച്ച് കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഇതുവരെ. പൊളിച്ചിട്ട് ഞാനത് മുടി കെട്ടി വെച്ചിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിയുന്നതും നമ്മൾ ലേഡീസിൻ്റെയൊക്കെ മുടി ഒരുപാട് കൊഴിയുന്നുണ്ട്. അത് ഊണിലൊക്കെ അല്ലെങ്കിൽ സദ്യ വിളമ്പുന്ന സമയത്ത് മുടി കിട്ടിയാലും നല്ലതല്ല. അപ്പം കഴിയുന്നത് എല്ലാവരും മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് വേണം സദ്യയൊക്കെ കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതുപോലെ ഞാനിപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഇനി എനിക്ക് ഓരോന്ന് ഓരോന്നായിട്ട് അരിഞ്ഞു തുടങ്ങണം. കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ച് ബിസിയാണ് ഞാൻ. എൻ്റെ ഓണം വളരെ ചെറിയ ചെറിയ ക്ലിപ്സിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ റെസിപ്പീസും ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, സദ്യ റെസിപ്പീസ് അല്ലേ. അപ്പോൾ ചെറിയ ക്ലിപ്സുകളായിരിക്കും ഞാൻ ചെറുതായിട്ട് എടുത്തിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. ഹാപ്പി ആയിട്ടിരിക്കുക. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ വളരെ സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും ഒരു നന്മ നിറഞ്ഞ ഓണം വിഷ് ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി എല്ലാവരും ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരുടെയും ഓണം സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ചെറിയ ചെറിയ ക്ലിപ്സുകൾ കാണിക്കാൻ ശ്രമിക്കാം. ഓക്കെ. എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം സവാളയും റെഡ് ചില്ലിയും കൂടെ വെച്ചിട്ടുള്ള ചട്നി ഇത് ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി. സാമ്പാറും 2 വെളുത്ത ചട്നിയും ഇതുമാണ് ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയുടെ കൂടെ. ഓക്കെ, നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്ന് കരുതുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു സദ്യ ഒരുങ്ങുമ്പം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ ആദ്യം ഉണ്ടാക്കി വെക്കുന്ന 3 റെസിപ്പീസുകളാണ് നമ്മളുടെ ഇഞ്ചിക്കറിയ്, നാരങ്ങാക്കറിയ്, പിന്നെ പുളിശ്ശേരി. ഇത് 3 നമുക്ക് ഒരു ദിവസം മുന്നേ ഉണ്ടാക്കി വെക്കാവുന്നതാണ് സദ്യ സമയങ്ങളിൽ, എന്ത് ഒക്കേഷനാണെങ്കിലും. കാരണം ഇത് സെയിം ഡേ ഉണ്ടാക്കി നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഇഞ്ചിക്കറിയും നാരങ്ങാക്കറിയും പുളിശ്ശേരിയും ഒരു ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ എല്ലാവരും ഈ പറയുന്ന പോലെയുള്ള ഒരു സിസ്റ്റത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സദ്യ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓണത്തിനാണേലും മറ്റ് ഒക്കേഷനുകളിലാണേലും. അപ്പം ഞാൻ ഇഞ്ചിക്കറി ഉണ്ടാക്കി വെച്ചു, നാരങ്ങാക്കറിയും ഒരു ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചു, ഇഞ്ചിക്കറിയും ഒരു ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചു, പുളിശ്ശേരിയും ഞാൻ തലേന്ന് ഉണ്ടാക്കി വെച്ചു. ഈ 3 കറികളും നമ്മൾ സദ്യയ്ക്ക് എപ്പോഴും ഒരു ദിവസം മുന്നേ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മളുടെ സദ്യ ദിവസത്തിൽ നമ്മൾക്ക് കുറച്ച് ടൈം സേവ് ചെയ്യാൻ സാധിക്കും. ആദ്യത്തെ ടിപ്സ്. അതുപോലെ തന്നെ അടുത്ത നമ്മളുടെ സ്റ്റെപ്പ്, നമ്മളെപ്പോഴും ആദ്യം ഉണ്ടാക്കുന്ന ഒന്നാണ് സാമ്പാർ. സാമ്പാർ ഞാനിവിടെ പരിപ്പ് വേവിച്ച് വെച്ചു, കഷ്ണം അതിലോട്ട് ഇട്ട് കൊടുത്ത് ഇനി സാമ്പാർ കുക്ക് ചെയ്യാൻ പോവുകയാണ് കഷ്ണങ്ങൾ. അപ്പം സാമ്പാർ തിരുവോണത്തിൻ്റെ അന്നൊക്കെ നമുക്ക് സദ്യക്ക് സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുറച്ച് മോർണിംഗിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ആ സാമ്പാർ നമുക്ക് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാക്കുന്ന റെസിപ്പിയുടെ കൂടെ യൂസ് ചെയ്യാൻ പറ്റണം. അപ്പം നമുക്ക് 2 in 1 കാര്യമാകും. നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് സാമ്പാർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതേ സാമ്പാർ നമുക്ക് ലഞ്ചിന് യൂസ് ചെയ്യാം. അപ്പം നമുക്കിനി സാമ്പാർ ഉണ്ടാക്കാൻ, സാമ്പാർ വേവിക്കാനായിട്ട് അത് ഒരടുപ്പയിലോട്ട് മാറ്റാം. അടുത്ത കറി കൂടെ അരിഞ്ഞു വെക്കണം. എപ്പോഴും നമ്മൾ വെജിറ്റബിൾസ് അരിഞ്ഞു വെക്കുക. അവിയലിന്, പച്ചടിക്ക്, സാമ്പാറിന് ഒന്നിച്ചരിഞ്ഞു വെച്ചാൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് കുക്ക് ചെയ്യുകയും അരച്ച് ചേർക്കുകയും ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോണത് അവിയൽ നമ്മൾ കുക്ക് ചെയ്യാൻ പോവുകയാണ്. അവിയലിൽ നമ്മൾ മഞ്ഞളും മുളകും ഉപ്പും ഒക്കെ ആഡ് ചെയ്തു. ഞാൻ ഇതെല്ലാം റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പം കാണാൻ മറക്കരുത്. അപ്പം നമ്മളിന്ന് സദ്യ സ്പെഷ്യൽ അവിയൽ കൂടി ഉണ്ടാക്കുകയാണ്. അവിയലിന് കഷ്ണങ്ങളെല്ലാം ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അരിഞ്ഞപ്പോൾ തന്നെ അരിഞ്ഞു വെച്ചു. അതുപോലെ ഞാൻ പച്ചടിക്കും ഞാൻ വെള്ളരിക്ക അരിഞ്ഞു വെച്ചു. അപ്പം വെള്ളരിക്ക പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏത് പച്ചടി വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് ടൈം സേവ് ചെയ്യാനായിട്ടാണ് ഞാൻ പറയുന്നത്. എല്ലാ വെജിറ്റബിൾസും നമ്മൾ ഒരുവിധം അരിഞ്ഞു വെക്കുക ആദ്യം സദ്യ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പം നമ്മൾ ഈ വെള്ളരിക്ക നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് വെള്ളരിക്ക പച്ചടി ഇവിടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ചെറിയ ചെറിയ ക്ലിപ്സ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ സ്ഥാനത്ത് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം, പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാം, ഏത് കിച്ചടി വേണേലും ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പാറിന് അരിയുന്ന കൂട്ടത്തിൽ തന്നെ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് അരിഞ്ഞ് കഴുകി മാറ്റി വെക്കുക. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് അത് വേവിച്ചെടുക്കാനും അതിന് വേണ്ട അരപ്പ് അരച്ച് ചേർക്കാനും ഈസി ആയിട്ട് കഴിയും. ലാസ്റ്റിൽ അപ്പം നമുക്ക് ഒന്നിച്ച് കടുക് വറുത്ത് എടുത്താൽ മതി. അപ്പം നമുക്ക് ആദ്യം ഇനി സാമ്പാറിൻ്റെ കഷ്ണം ഒരിടത്ത് വേവാൻ വെച്ചു. അതുപോലെ ഞാൻ ചെറുപയർ
വേവിച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത് ഇത് കുക്ക് ചെയ്തെടുക്കാം, നമുക്ക് വെള്ളരിക്ക പച്ചടിക്ക്. അതുപോലെ ഫ്രണ്ട്സ്, കൂട്ടുകറിയും മസ്റ്റാണ് ഓണത്തിന് അല്ലേ? അപ്പം കൂട്ടുകറിയും കൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഫാമിലി മെമ്പേഴ്സ് കുറവുള്ള ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കറികൾ ഉണ്ടാക്കരുത്. അപ്പോൾ അത് പെട്ടെന്ന് തീരില്ല. ആവശ്യത്തിനുള്ള കറികൾ മാത്രം ഉണ്ടാക്കുക. ഓണമാണ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഓണത്തിൻ്റെ കംപ്ലീറ്റ് വിഭവങ്ങളും ചെറിയ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതാണ് എൻ്റെ അടുത്ത സജഷന്. കൂട്ടുകറിയുടെ റെസിപ്പി ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കറികളാണോ ഇഷ്ടം, അത്യാവശ്യമുള്ള ആ കറികൾ മാത്രം ഓണത്തിന് ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ഓണത്തിന് വേണ്ട ഒരുവിധം എല്ലാ റെസിപ്പീസും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനർത്ഥം നമ്മൾ ചെറിയ ഒരു 2-3 മെമ്പേഴ്സ് ഉള്ള അല്ലെങ്കിൽ 4 മെമ്പേഴ്സ് ഉള്ള ഫാമിലി ആണെങ്കിൽ നമ്മൾക്ക് ഓണത്തിന് ഉള്ള എല്ലാ റെസിപ്പീസും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അത്രയും റെസിപ്പീസ് ഉണ്ടാക്കണമെന്നില്ല. അതല്ല, നിങ്ങൾക്ക് കംപ്ലീറ്റ് റെസിപ്പീസ് ഉണ്ടാക്കുന്നതിലാണ് സന്തോഷമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാവുന്നതാണ്, അതിൽ കുഴപ്പമില്ല. പക്ഷേ ഫുഡ് വേസ്റ്റ് ആകരുത്. അപ്പോൾ എല്ലാ കറികളും റെസിപ്പീസും കുറേശ്ശെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് തൊട്ടുകൂട്ടാൻ മതി ഈ കറികളൊക്കെ. അപ്പോൾ പെട്ടെന്ന് തീരുകയും ചെയ്യും, വേസ്റ്റ് ആവുകയും ചെയ്യില്ല. അതുപോലെ എൻ്റെ അടുത്ത സജഷൻ, നമ്മളുടെ സദ്യക്കൊക്കെ എക്സസ് വരുന്ന ഫുഡ്, എന്ത് ഫുഡ് എക്സ്ട്രാ വന്നാലും കളയാതെ വല്ല അനാഥാലയത്തിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചാരിറ്റി ആയിട്ടോ അല്ലെ ആർക്കെങ്കിലും ഒക്കെ കൊടുത്ത് സഹായിക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ. ഞാൻ എൻ്റെ വീട്ടിൽ വളരെ കുറച്ച് റെസിപ്പീസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ, കംപ്ലീറ്റ് റെസിപ്പീസും ഉണ്ടാക്കിയില്ല. അപ്പോൾ നമ്മളുടെ അവിയലിൻ്റെ കഷ്ണങ്ങൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഒരു വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ഈ സദ്യ സ്പെഷ്യൽ അവിയൽ ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പം അവിയലിനുള്ള അരപ്പ് ഓൾറെഡി അരച്ച് വെക്കുക. പച്ചടിക്കുള്ള അരപ്പ് ഈ സമയം കൊണ്ട്, കഷ്ണങ്ങൾ വേവുന്ന സമയം കൊണ്ട് അരച്ച് വെക്കുക. അരപ്പുകളെല്ലാം നമ്മൾ കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചിട്ട് വേണം അരച്ച് വെക്കാൻ. ഞാനിവിടെ അവിയലിൻ്റെ അരപ്പ് ചേർത്ത് അടച്ച് വെച്ചു. നമുക്ക് ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് അവിയൽ വാങ്ങാം, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ഡെലീഷ്യസ് സദ്യ അവിയൽ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്നാണ്, അവിയൽ വേവാൻ അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ 1 ആയിട്ട് നമ്മളുടെ എല്ലാ കറികൾക്കും അരച്ചും വെക്കുക, കഷ്ണങ്ങൾ അരിഞ്ഞും വെക്കുക. അപ്പോൾ ഞാൻ അവിയൽ റെഡി ആയിട്ടുണ്ട്. അടുത്ത നമ്മളുടെ സ്റ്റെപ്പ് പച്ചടിയാണ്. അടുത്ത സ്റ്റെപ്പ് പച്ചടിയുടെ കഷ്ണങ്ങൾ വേവിച്ച് വെക്കുക. അതിൻ്റെ അരപ്പരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ, അത് ഓൾറെഡി ഇപ്പം ഞാൻ മിക്സ് ചെയ്തു. ഇനി ഇതൊന്ന് ചൂടാക്കി തിളപ്പിച്ചിട്ട് മാറ്റി വെക്കുക, തണുപ്പിക്കുക. പിന്നെ തൈര് മിക്സ് ചെയ്യുക, പിന്നെ കടുവറക്കുക. അപ്പം പച്ചടിയുടെ കാര്യം കഴിഞ്ഞു നമ്മളുടെ. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കും. പരിപ്പ് കറിക്ക് ഞാൻ ഓൾറെഡി അരച്ചു വെച്ചു. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളുടെ പരിപ്പ് കറിയാണ്. പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുകയാണ് ഞാനിവിടെ. പരിപ്പിൻ്റെ അരപ്പ് ചേർത്ത് പരിപ്പ് നമ്മൾ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. പരിപ്പ് തിളപ്പിച്ചെടുത്താൽ മാത്രം അത് അഴുക്ക് കേടാകാതിരിക്കും. അല്ലെങ്കിൽ പരിപ്പ് ഉണ്ടാക്കി 2-3 മണിക്കൂർ കഴിയുമ്പോൾ അത് കേടായി പോകും. അപ്പോൾ ഇനി നമുക്ക് പരിപ്പ് കറിയും തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനു കൂടെ ഒന്നിച്ച് കടുവറുത്തെടുക്കുക, കടുവറക്കാനുള്ള എല്ലാ ഐറ്റങ്ങൾക്കും. നമ്മളുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ തേങ്ങ വറുത്തതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക, പിന്നെ കടുവറുത്തൊഴിക്കുക. ഇത്രയേ ഉള്ളൂ. കാരണം ഇത് ഓൾറെഡി തേങ്ങയൊക്കെ അരച്ചത് ഒക്കെ മിക്സ് ചെയ്തതാണ്. അപ്പം കൂട്ടുകറിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എല്ലാ സദ്യ റെസിപ്പീസിൻ്റെയും ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ വറുത്തതിടുക, മിക്സ് ചെയ്യുക, എന്നിട്ട് നമുക്കിതിൽ കടുവറുത്ത് തളിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ കൂട്ടുകറി, അവിയൽ, പച്ചടി, പരിപ്പ് കറി, സാമ്പാർ, ഇത്രയും കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ കടുവറുത്തൊഴിച്ചു. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് നമ്മളുടെ പച്ചടി. അപ്പോൾ നമ്മളുടെ പച്ചടിക്ക് ഞാൻ തൈര് മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഇതിന് നമുക്ക് കടുവറക്കണം. കടുവറക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഒഴിച്ചു കറികളാണെങ്കിലും മറ്റ് കറികളാണെങ്കിലും കടുവറക്കേണ്ട എല്ലാ കറികളും ഒന്നിച്ചുണ്ടാക്കി നിരത്തി വെക്കുക. എന്നിട്ട് നമ്മൾ ഒറ്റ പ്രാവശ്യം കൊണ്ട് കടുക് വറുത്തിട്ട് എല്ലാത്തിലും താളിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ടൈം സേവ് ചെയ്യാൻ കഴിയും. കുറച്ചുകൂടെ കുറേ ഐറ്റംസുകൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ടൈം നോക്കണം. അപ്പോൾ ഞാനിവിടെ ഒന്നിച്ച് കടുക് വറുത്തിട്ട് പരിപ്പ് കറിക്കും പച്ചടിക്കും സാമ്പാറിനും കൂടെ ഒന്നിച്ച് താളിക്കുവാണ്. അപ്പോൾ സെപ്പറേറ്റ് ഞാൻ അതിന് കടുക് വറുത്ത് സമയം കളയണില്ല. സാമ്പാറിലോട്ട് കടുക് വറുത്തൊഴിക്കുക, നമ്മളുടെ പച്ചടിക്കും പരിപ്പ് കറിക്കും കടുക് വറുത്തൊഴിക്കുക, പരിപ്പ് കറിക്കും കൂടി കടുവറുത്തൊഴിക്കുക. അപ്പോൾ നമ്മളുടെ കടുവറക്കുന്ന ആ ഒരു പണി അങ്ങ് തീരും പെട്ടെന്ന്. അപ്പം എല്ലാത്തിനും അരച്ച് വെക്കുന്നത് നമുക്ക് ഒന്നിച്ച് അരച്ചെടുക്കാം. കഷ്ണങ്ങൾ വേവുന്ന സമയത്തിന് കഷ്ണങ്ങളൊക്കെ ഒന്നിച്ച് അരച്ച് വെച്ചിട്ട് കുക്കിംഗ് തുടങ്ങുക. അപ്പോൾ ഇതിങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് മാനേജ് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. ഒറ്റയ്ക്കുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കുള്ളായിരുന്നു വീട്ടിൽ. അപ്പോൾ എല്ലാം തന്നെയാണ് ചെയ്തത്. എൻ്റെ ഇവിടെ പച്ചടി, പരിപ്പ് കറി, സാമ്പാർ, അവിയൽ,
പ്ലസ് പപ്പടം കാച്ചി ആൻഡ് തോരൻ കൂടി ഞാൻ ഉണ്ടാക്കി പെട്ടെന്ന്. തോരന് പിന്നെ എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. കോവയ്ക്ക തോരൻ ഉണ്ടാക്കി. അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ലാസ്റ്റ് ഞാൻ പായസമാണ് ഉണ്ടാക്കിയത്. പായസവും റെഡിയായി. അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഞാൻ പാലട കൊണ്ടുള്ള പായസവും റെഡിയാക്കി. പച്ചമോര്, അപ്പം ഇഞ്ചിക്കറി, നാരങ്ങാക്കറി ഇതെല്ലാം തലേന്ന് ഉണ്ടാക്കിയിരുന്നു. രസം, നാരങ്ങാക്കറി, ഇഞ്ചിക്കറി, പിന്നെ നമ്മളുടെ പാലട കൊണ്ടുള്ള പായസം എല്ലാം അപ്പം റെഡിയാക്കി കഴിഞ്ഞു. ഇനി ലഞ്ച് കഴിക്കാൻ സമയമായി. പിന്നെ ശർക്കര വരട്ടിയും ഒക്കെ ഞാൻ പുറത്തുനിന്നാണ് വാങ്ങിയത്. ചിപ്സ് വീട്ടിലുണ്ടാക്കിയിരുന്നു കാകൊണ്ടുള്ള. കാരണം നമുക്ക് എല്ലാത്തിനും സമയം കിട്ടില്ല. അപ്പം ചിപ്സും ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ഒരു ദിവസം മുന്നേ ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കുക. എല്ലാം റെഡിയാണ്. അപ്പം ഇനി കുറേ ഐറ്റംസുകളുടെ നമ്മളുടെ ടേബിളിൽ വരാനുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഐറ്റംസ് എടുത്ത് വെച്ചുള്ളൂ. അതുപോലെ ടേബിളിലൊക്കെ ഇലയിട്ട് ഉണ്ണാനിരിക്കാതെ ഞങ്ങൾ താഴെ ഇരുന്ന് ഉണ്ണാം എന്ന് കരുതി ഇലയിട്ട്. അപ്പോൾ അതിനാണൊരു ഭംഗി, അല്ലെങ്കിൽ ഒരു സുഖം. അപ്പം ചേട്ടന് ഊണ് വിളമ്പാൻ തുടങ്ങി. നമ്മൾ ഒരുപാട് ലേറ്റായിപ്പോയി ഊണ് കഴിച്ചപ്പോൾ. അതുകൊണ്ട് സെറ്റ് മുണ്ട് കൊടുക്കാനും തയ്യാറാകാനും ഒന്നും നിന്നില്ല ആരും. അപ്പോൾ എല്ലാവരും ഓൾറെഡി തയ്യാറായിരുന്നു. അങ്ങനെ എങ്ങനായിരുന്നു അങ്ങനെ തന്നെ അങ്ങ് കഴിച്ചു ഊണ്. അപ്പം കുറേ ലേറ്റായിപ്പോയി. പിന്നെ എല്ലാവരും നല്ലപോലെ ഓണം ഒരുങ്ങി എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈവനിങ്ങിലായിരുന്നു ഗസ്റ്റ്. ലഞ്ച് സമയത്ത് ഗസ്റ്റ് ഇല്ലായിരുന്നു. അപ്പം ഇതായിരുന്നു എൻ്റെ ചെറിയ ഓണം. എല്ലാവർക്കും തരാനുള്ള ഒരു ചെറിയ അഡ്വൈസ്: ഒരുപാട് കറികളും ഒഴിച്ചുകറികളും ഒത്തിരി കറികൾ ഉണ്ടാക്കിയിട്ട് ഊണും കറികളും നെക്സ്റ്റ് ഡേ വേസ്റ്റ് ചെയ്യാതെ, ഓണത്തിൻ്റെ അന്നാണേലും ഏത് സദ്യക്കാണേലും വളരെ കുറച്ച് കറികൾ ഉണ്ടാക്കിയിട്ട് നമ്മളത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കണ്ടിട്ടുണ്ട് ഒരുപാട് ഒഴിച്ചുകറികളും ഒരുപാട് കറികളും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചു കഴിയുമ്പോൾ നെക്സ്റ്റ് ഡേ അത് നമുക്ക് യൂസ് ചെയ്യാവുന്ന കറികളെല്ലാം നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യാൻ പറ്റും ഫ്രിഡ്ജിൽ വെച്ച്. പക്ഷേ പലരും ഒരുപാട് കറികളും ആഹാരവും ചോറും ഒഴിച്ചുകറികളും വേസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് എക്സ്ട്രാ ആയി പോകുന്നത് കൊണ്ട്, യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ എല്ലാവരുടെയും എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും സദ്യ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ പരിപ്പ് കറി, മോര് കറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് കളയാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഏറ്റവും പെട്ടെന്ന് അഴുക്കാവുന്ന ഒന്നാണ് നമ്മളുടെ പരിപ്പ് കറി. അപ്പം കഴിയുന്നതും പരിപ്പ് കറി ശകലം ഉണ്ടാക്കുക. നിങ്ങൾക്ക് കാണാൻ ഞാൻ പരിപ്പ് കറി ഒരല്പമേ ഉണ്ടാക്കിയുള്ളൂ, ഉച്ചയ്ക്ക് എടുക്കാൻ വേണ്ടി മാത്രം. പിന്നെ നമ്മൾ പായസം നമ്മൾ എക്സ്ട്രാ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മൾക്ക് നാരങ്ങാക്കറി, ഇഞ്ചിക്കറി ഇതൊക്കെ എക്സ്ട്രാ ഉണ്ടാക്കാം. അതൊക്കെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അഴുക്കാവില്ല. പിന്നെ ഒഴിച്ചുകറികളിൽ എല്ലാം കുറച്ചുണ്ടാക്കുക. ഏത് ഫുഡും കുറച്ചുണ്ടാക്കിയിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്ര മാത്രം ഉണ്ടാക്കുക. ഒരു ഫുഡും വേസ്റ്റ് ചെയ്യരുത്. സദ്യക്ക് ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ഫുഡ്സ് ആൾക്കാർ വേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ റിക്വസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓണത്തിൻ്റെ കംപ്ലീറ്റ് റെസിപ്പീസുകൾ ഇതിൽ ഇല്ല. ഇനിയും കുറേ റെസിപ്പീസുകൾ ഉണ്ടാക്കാനുണ്ട്. പക്ഷേ നമ്മൾക്ക് കഴിക്കാൻ മെമ്പേഴ്സ് വീട്ടിൽ കുറവാണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും കുറച്ച് ഐറ്റംസുകൾ ഉണ്ടാക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. താങ്ക് യു. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി.